ഒരിറ്റ് ദാഹജലത്തിനായി തിരുവനന്തപുരം നഗരത്തിൽ ജനം നെട്ടോട്ടത്തിലാണ്. ഭക്ഷണം പാകം ചെയ്യാനും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത അവസ്ഥ സമീപകാലത്തൊന്നും നഗരവാസികൾ നേരിട്ടിട്ടില്ല. വെള്ളമില്ലാത്തതിനാൽ ബന്ധുവീടുകളിലേക്ക് പോയവരും കുപ്പിവെള്ളത്തെ ആശ്രയിക്കുന്നവരും നിരവധിയാണ്. വലിയ വിള മണ്ണറത്തലയിൽ നിന്നുള്ള കാഴ്ചയാണിത്. കിണറുള്ള എവിടെയോ നിന്ന് വയോധികൻ കുടത്തിൽ വെള്ളം കൊണ്ടുവരുന്നു. ഭക്ഷണമുണ്ടാക്കാൻ വെള്ളത്തിനായി മിനറൽ വാട്ടർ ബോട്ടിലുകൾ വാങ്ങി വരുന്ന യുവാക്കൾ. 2-3 ദിവസമായിട്ട് വെള്ളം ഒട്ടും ഇല്ല, നമുക്ക് യൂസ് ചെയ്യാൻ വെള്ളമില്ല. അവസാനം കടകളിൽ പോയിട്ട് മിനറൽ വാട്ടർ ബോട്ടിലാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കടകളിൽ പോലും മിനറൽ വാട്ടറിൽ നിന്ന് വെള്ളം കിട്ടുന്നില്ല. നമുക്ക് വീട്ടിൽ ടോയ്ലറ്റിലൊക്കെ പോയാൽ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ കുളിക്കാൻ അങ്ങനത്തെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊന്നും നടക്കുന്നില്ല. വെള്ളമെത്തിയാൽ അരി കഴുകി കഞ്ഞിക്കിടണം. ആറ്റുകാൽ മിത്ര നഗറിൽ ഈ അമ്മ കാത്തിരിക്കുന്നു. നിവൃത്തിയൊന്നുമില്ല. കുളിക്കാനെങ്കിലും വെള്ളം കുളിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് എല്ലാ പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ട്. ബില്ല് കറക്റ്റേ വന്നോളൂ. എത്ര ദിവസം വെള്ളമില്ലെങ്കിലും ബില്ല് വരും. ഇത് വട്ടിയൂർക്കാവ് കാഞ്ഞിരംപാറയിലെ ടാങ്കറിൽ നിന്നുള്ള വിതരണം. ഉള്ളിലേക്ക് ഈ വാഹനം പോകില്ല. പെട്ടി ഓട്ടോറിക്ഷകളിൽ ചെറിയ ടാങ്ക് കയറ്റി വെച്ച് സ്വന്തം നിലയ്ക്ക് ഉൾപ്രദേശത്തേക്ക് വെള്ളം എത്തിക്കുകയാണ് നാട്ടുകാരിൽ ചിലർ. ഈ ഉണ്ണിയുടെ വണ്ടിയാണ്, പുള്ളിയുടെ സഹായത്തോടെ ഇത് അവിടെ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ഈ തെക്ക ഭാഗത്ത് കുറച്ച് ഭാഗമുണ്ട്, അവിടത്തേക്ക് വേണ്ടി വെള്ളം വേണ്ടി കൊണ്ടുപോകണമെങ്കിൽ പോയി വീണ്ടും തിരിച്ചു വരും. എഴുന്നേറ്റു നടക്കാനാകാത്തവരും രോഗികളും വയോധികരും ഒക്കെ വീടുകളിലുണ്ട്. കാഞ്ഞിരംപാറയിലെ തങ്കത്തിന്റെ കാൽ തളർന്നു പോയതാണ്. വെള്ളം ചുമന്നു കൊണ്ടുവരാനാവില്ല. വീടിന് മുന്നിൽ പാത്രങ്ങൾ നിരത്തി വെച്ച് കാത്തിരിക്കുന്നു. കാഞ്ഞിരംപാറ വന്നെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരണില്ല, വലിയ വണ്ടി ആവുകൊണ്ട് വരില്ലെന്ന് പറയുന്നു. വെള്ളം എടുത്തുകൊണ്ട് തരാനും ആരുമില്ല. ഇന്ന് 4 ദിവസം ആവണം ഭക്ഷണം ഉണ്ടാക്കിയിട്ട്. കുടിവെള്ളമില്ലാതെ പൊറുതിമുട്ടി ബന്ധുവീടുകളിലേക്കും നഗരത്തിന് പുറത്തേക്കുമൊക്കെ പോയവരുമുണ്ട്. അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം.